ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഒമാനിൽ വന്നിട്ടൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ വെക്കേഷൻ ഒമാനിലാണുള്ളത്. അപ്പം നമ്മൾ ഒമാനിലെ ഏറ്റവും വലിയ സൂ ആണ് സഫാരി വേൾഡ് എന്ന് പറഞ്ഞ് ഇബ്രയിലാണ് ഈ സ്ഥലം. ഞങ്ങൾ നിൽക്കുന്നിടത്തൊരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഏഞ്ചൽ എൻ്റെ എൻട്രൻസ് നിൽക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനോട് എൻട്രൻസ് നിൽക്കുകയാണെന്ന് പറഞ്ഞില്ല. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എൻട്രി പാസ് എടുക്കണം. അപ്പോൾ ഒരാൾക്ക് ഒമാൻ റിയാൽ 3 റിയാൽ വെച്ചിട്ടാണ് ഒരാളിന് അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ. അപ്പം അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകുവശമാണ് പുറകുവശമല്ല, അതിൻ്റെ എൻട്രൻസാണ് കാണുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ പാസ് എടുത്ത് ഉള്ളിൽ കയറി. ആദ്യം കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു മരം നിൽക്കുന്നു. കുറേ ഇങ്ങനെ നമുക്ക് ആദ്യം കാണുമ്പം മരമാണ്, പക്ഷെ അങ്ങനെ സിമെൻറ്റ് വെച്ച് ചെയ്താണ്, ആർട്ടിഫിഷ്യൽ ട്രീ ആണ്. പിന്നെ മുകൾ വശമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇത് നമ്മൾ വിചാരിക്കും ഇതെന്താ മണ്ണ് കൊണ്ട് ചെയ്തതെന്നല്ല, ഇതൊക്കെ സിമെൻറ്റ് വെച്ചിട്ട് ചെയ്ത്. ഇപ്പോൾ താഴെ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു അരുവി പോലുണ്ട് താഴെ. മുകളിലത്തെ ആ റൂഫൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് ചെളിമണ്ണുണ്ടല്ലോ അതുപോലെ ആയിരിക്കും, പക്ഷേ അല്ല, നമ്മുടെ സിമെൻറ്റ് വെച്ച് ചെയ്തിട്ട് അതുപോലെ ആ ഒരു ചെളിമണ്ണിൻ്റെ ഡിസൈൻ ചെയ്തേക്കുവാണ്. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഹൈലൈറ്റ്. എവിടെ ചെന്നാലും ഇങ്ങനെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയ സൂ ആണ് കേട്ടോ. ഒരുപാട് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അതിൽ കട്ട് ചെയ്ത് ഇട്ടതാണ്. എല്ലാത്തിൻ്റെയും അനിമൽസിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എടുത്താലും വീഡിയോയുടെ ലെന്ത് കൂടുമല്ലോ. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഇടിഞ്ഞ് വീഴുമോയെന്ന് വിചാരിക്കും, പക്ഷെ അത് ഒറിജിനൽ സിമെൻറ്റ് വെച്ച് സ്ട്രോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കോഫി ഷോപ്പും അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വഴി നമുക്ക് കയറി ചെല്ലാവുന്ന, പിന്നെ ഒരു കപ്പൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വശത്ത്. അതൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. അതിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നതൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഹോളിലോട്ട് കയറുമ്പോൾ അവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ദൂരം നടന്ന് ചെല്ലുമ്പോഴാണ് ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സിമെൻറ്റ് വെച്ച് ചെയ്തിട്ട് ഇങ്ങനെ മണ്ണിൻ്റെ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. പിന്നെ കുറേ കടലാസ് ചെടിയുണ്ട്. ഏഞ്ചൽ അവിടെ കൂട്ടുകാരിയാണ് പോയത്. അപ്പം നമ്മുടെ കൂടെ വേറെ 2 ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരും. പിന്നെ ഇത് കാണുന്നത് നമുക്കിങ്ങനെ നടന്നു വരുമ്പം ഇങ്ങനെ മുകളിലോട്ട് കണ്ടോ, ഇതെല്ലാം സിമെൻറ്റ് വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, മുകളിൽ ഇങ്ങനെ വെച്ചേക്കുന്ന ആ ഒരു ചീങ്കണ്ണിൻ്റെ ഡിസൈനിലാണ് അതിൻ്റെ എല്ലും തലയൊക്കെ വെച്ചിട്ട്, അതെല്ലാം സിമെൻറ്റ് തന്നെ വെച്ച് ചെയ്തതാണ് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഹസ്ബൻഡ്, മോന് എല്ലാവരും ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് പോയേക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിങ്ങനെ നമ്മൾ കുറേ നടന്ന് വരുമ്പോഴാണ് നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ ഒമാനികളും ഫാമിലികളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ഉണ്ടോ, ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ആമയാണ്. ആമ നമുക്ക് കാണാൻ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. കാരണം ഈ ഉച്ച സമയമായിരുന്നു ഞങ്ങൾ വന്നത്, അത് പോയി. അപ്പോൾ അവിടെ അത് വീണ്ടും പിന്നെ കാണിക്കാം. ആമയെ ക്ലിയറായിട്ട് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നടന്ന് നോക്കുവാണ്, മോനും ഹസ്ബൻഡും ഒക്കെ ആയിട്ട്. ഇത് ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലി. അപ്പോൾ പലരും പല പല സ്ഥലത്തായിട്ട് പോയി കാണുവാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ ഇന്ന സ്ഥലം കാണുമെന്നില്ല. എത്ര സമയം, 5 മണി വരെ നമുക്ക് അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാം. കോഫി ഷോപ്പ്, ബർഗർ ഷോപ്പ്, അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇത് ലയണിൻ്റെയാണ്. ഓരോന്നിൻ്റെയും പിക്ചർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഇത് ഒട്ടകപ്പക്ഷി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാണ്ട് ഒട്ടകപ്പക്ഷി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് നോട്ടീസ് ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വലിയ വലിയ ഹാള് പോലെ ഉള്ളതിനകത്ത് ഗ്ലാസ്സിനകത്ത് ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ഗ്ലാസ്സിൽ കൂടെ ആകുമ്പോൾ വലുതായിട്ട് ക്ലിയർ ആവത്തില്ല. എന്നാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഫോണിൽ കിടന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇത് ആമയാണ് കേട്ടോ. നമ്മുടെ ഇങ്ങനെ കല്ലുകളായിരിക്കും, പക്ഷേ അതെല്ലാം ഇങ്ങനെ ഉച്ച സമയമായതുകൊണ്ട് ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആമകളാണ്, വലിയ ആമകൾ. ഇങ്ങനെ ലൈറ്റില്ല, അപ്പോൾ അനങ്ങുന്നില്ല. ഇപ്പോൾ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. കാരണം ഇതുങ്ങൾ വൈകുന്നേരമൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഉണ്ടോ, ഇതെല്ലാം ആമകൾ. ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ കുറച്ചുണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാം മൂലയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്.
ഓരോന്നിനും ഒരേ വലിയ ഹോള്, വലിയൊരു ബിൽഡിങ് പോലാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. പിന്നെ ഇതാണ് മാന്, അതുങ്ങളുണ്ട്. പിന്നെ നമുക്ക് പിന്നെ എന്താണ് AC വേണ്ടുന്നത്, മിക്കവാറും എല്ലാത്തിനും AC വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണ്ടുന്ന ആനിമൽസിന് എല്ലാവരും AC സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ വർക്കുകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അവിടെ കുറേ ഈന്തപ്പനകളൊക്കെ ഉണ്ട്, ഈന്തപ്പഴമൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ എൻട്രൻസാണിത്. ഇതിലേക്കൂടെ പോകുമ്പോൾ കുറേ ആനിമൽസൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാം. ചീങ്കണ്ണിയാണ് കേട്ടോ ഇത്. അത് പക്ഷേ അനങ്ങുന്നില്ല, അങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്ന കണക്ക് കിടക്കുവാണ്. അപ്പോൾ കുറേ നേരം നിന്നതിന് ശേഷമാണ് അത് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നത്. കണ്ടോ, അതിങ്ങനെ 2-3 എണ്ണം ഉണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിലേക്ക് ജീവനില്ലാതെ കണ്ടോ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇങ്ങനെ 2-3 എണ്ണം അപ്പുറത്തെ സൈഡിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ നടന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒത്തിരി വലിയൊരു തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയതെങ്കിലും വലിയൊരു തിരക്ക് ആയിട്ടില്ലായിരുന്നു. ഇത് നമ്മുടെ ഒട്ടകപ്പക്ഷിയാണ്. അത്രയും ഹൈറ്റ് ഉണ്ട് അതിന്, വലിയൊരു ഒട്ടകപ്പക്ഷിയാണ് അത്. ഈ ഗ്ലാസിൻ്റെ വെളിയിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇത് ബേഡ്സിന് മാത്രമുള്ളൊരു സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങാണ്. അതിൻ്റെ അകത്ത് കുറേ മുകളിലൊക്കെ കുറേ നെറ്റൊക്കെ ഇട്ടേക്കുവാണ്. ഒരുപാട് തരം ബേഡ്സൊക്കെ ഉണ്ട്. അതും അവിടെ എവിടെയൊക്കെ ഇരിക്കുവാണ്. അതിൻ്റെ ഒന്നും ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ ഇങ്ങനെ നടന്നൊക്കെ നോക്കുവാണ് അവരെന്ന്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഹാള് പോലുള്ളതിനകത്ത് ഒരു വലിയ ഗ്ലാസ് ഇട്ടിട്ട് ഇനിയിപ്പം നമ്മൾ കാണുന്നത് ഇത് വേണം, എന്താണ് പുലി അതുമൊക്കെ കിടക്കുക, എല്ലാം ക്ഷീണിച്ച് കിടക്കുവാന്ന് തോന്നും. പുലിയാണ് അത്. കുറേ ഉണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ കുറേ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോയിലൊക്കെ കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കരടിയാണ്. ഇത് വലിയൊരു പിന്നെ വീട് പോലുള്ള അത് ഗ്ലാസ് ഇട്ട് വലിയ കരടി, ബ്രൗൺ കളറിലെ കരടിയാണ് കേട്ടോ. ഒരെണ്ണം മുകളിലോട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല വീഡിയോയിൽ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഗ്ലാസ് പൊട്ടിച്ച് നമ്മുടെ അടുത്ത് വരുമായിരിക്കും, അത്രയ്ക്കും വലുതാണത്. ഉണ്ടോ, കാണാൻ പറ്റുന്ന വലിയ കരടിയാണ്. അതിങ്ങനെ ഒരു കുട്ടി ആനയുടെ അത്രയുണ്ട്. അത് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, നമ്മളെ കാണുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ വരും ഗ്ലാസ്സിൽ കൂടെ. അത് മാത്രമേ ഉള്ളൂ കുറച്ച് ആക്റ്റീവായിട്ട് നടക്കും. ബാക്കിയെല്ലാം എനിക്ക് ഒന്ന് ക്ഷീണിച്ച് കിടക്കുമായിരിക്കും. ഉണ്ട്, അത് വീണ്ടും വരുന്നു. അത് കണക്ക് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഏറ്റവും മണ്ടയ്ക്ക് കയറി കിടപ്പുണ്ട്. അത് പിന്നെ ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതിങ്ങനെ അടുത്തത് നമ്മൾ കാണുന്നത് എന്താണ്, അത് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. മുകളിലിരിക്കുന്നത് അറിഞ്ഞില്ല ഒരെണ്ണം, അതിങ്ങനെ അനങ്ങുന്നുണ്ട്. ഉറങ്ങുവാ അത് കേട്ടോ. അത് ഇത്രയും തന്നെ ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറി കിടക്കുവാണ്. ഇതിനൊക്കെ തന്നെ എന്തോരം പൈസ ചിലവാക്കി ഇവരിങ്ങനെ ഒരേ ബിൽഡിങ് പോലെ കെട്ടി ഇങ്ങനെ ഇത്രയും വലിയ സൂ ഒക്കെ ഉണ്ടാക്കിയിട്ട്. ഇനി കുറേ വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ. എനിക്കൊന്ന് ഇനി ഒരു 6 മാസമെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു കംപ്ലീറ്റ്. ഇനി കുറേ ആനിമൽസൊക്കെ വരാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അത് എല്ലാം ഒന്നും എടുത്തില്ല, ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരേ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് അത് കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി കേട്ടോ. പല പോർഷനായിട്ടാണ്, ഇങ്ങനെ ബിൽഡിങ് പോലാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കോഫി ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു, കോഫിയൊക്കെ കുടിച്ച്. ഇവിടെ പിള്ളേർക്ക് കളിക്കത്തക്ക രീതിയിലുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നടക്കാൻ പറ്റാത്തവർക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. ഒത്തിരിയൊന്നും വീഡിയോ എടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സിംഹം. ഏഞ്ചൽ കൈയും കൊണ്ട് ഗ്ലാസിൻ്റെ ഇപ്പുറത്തോട് ചിലപ്പോൾ നോക്കുന്നു.
അപ്പോൾ ഒരെണ്ണം തലയും പൊക്കി ഇരിക്കുന്നു, 2-3 അപ്പുറത്തൊക്കെ കിടന്ന് ഉറങ്ങുവാണ്. സിംഹമാണത്. അതിനി നമ്മൾ ചെല്ലുന്ന കാണാം. പക്ഷേ അതിങ്ങനെ തീറ്റി കൊടുക്കുന്നതിന് ഒരേത്തിന് നോക്കാൻ ഒരേ ആൾക്കാരാണ് നിൽക്കുന്നത്. ഒരേ സെക്ഷനിൽ ഒരേ ജോലിക്കാരാണ്. സമയത്തിന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതെന്താണെന്ന് വെച്ചിട്ട് ചിലതിൻ്റെ ഒന്നും അറിയത്തില്ല, എന്തുവാണെന്നൊന്നും കാണാനും പറ്റുന്നില്ല. വീഡിയോ എടുത്തിട്ട് നമുക്കത് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. അതിന് നല്ല കട്ടി ഗ്ലാസ്സിലാണല്ലോ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഇത് പിന്നെ നമ്മുടെ വരയും കുതിര, അത് കുറേ ഉണ്ട്. അത് പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അമ്മയും കുഞ്ഞും ഒക്കെയാന്ന് തോന്നുന്നു. അങ്ങനെ വരയും കുതിരകളെയൊക്കെ ഇത്ര അടുത്ത് കണ്ടത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്, വരയും കുതിരയൊക്കെ കാണുന്നത്. അപ്പോൾ കുറേ എണ്ണം ഉണ്ട് അത് കേട്ടോ. 2-3 ഇപ്പുറത്ത് നിൽക്കുന്നു, 2-3 അപ്പുറത്തെ സൈഡിലുണ്ട്. അങ്ങനെ അത് ഇങ്ങനത്തെ തീറ്റിയൊക്കെ കഴിക്കുവാണ്. പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് കഴിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒമാനിലുള്ളവർക്കൊക്കെ വരാൻ പറ്റിയൊരു ഇതാണ്. അപ്പം പിന്നെ നമുക്ക് അതിനകത്ത് ഫുഡൊന്നും ഞങ്ങളെല്ലാവരും കുറേ ഫുഡൊക്കെ ആയിട്ടാണ് വന്നത്. അതിൻ്റെ അകത്തുള്ളിലിരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഒരു ഫുഡ് അലൗഡല്ല, വെള്ളം മാത്രമേ നമുക്ക് എടുക്കാം. പിന്നെ ഫുഡൊക്കെ അതിനകത്ത് ബർഗർ ഷോപ്പ്, അങ്ങനെ കോഫി ഷോപ്പ്, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാം നടന്ന് കണ്ട് കുറേ അപ്പുറത്തോട്ടൊക്കെ പോകണമായിരുന്നു, അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പിന്നെ ഞങ്ങൾ മസീറ വന്നു കേട്ടോ. വേറൊരു ദിവസമാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണത്. 2 വെള്ളിയാഴ്ചത്തെയാണ് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ മസീറ എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡാണ്. 4 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന നടുക്കൊരു തുരുത്താണ്. അത് നമ്മുടെ വണ്ടി ഇങ്ങനെ കയറി അതിൻ്റെ അകത്ത് പോയിട്ട് ഇതിൻ്റെ പേരും ഇതിൻ്റെ വണ്ടിക്കാണ്ട് 10 റിയാല കൊടുക്കേണ്ടത്. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലികൾ അവരും ഇറങ്ങി. അത് പിറ്റേ വെള്ളിയാഴ്ചയുള്ളൂ. 2 വീഡിയോ കൂടെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇങ്ങനെ ഉള്ളിലോട്ട് താഴെ കയറിപ്പോവും. നമ്മളിങ്ങനെ പാസ് എടുക്കണം. അത് ഒരാൾക്ക് 9 റിയാലും വണ്ടിക്ക് ഒരാളിന് 3 റിയാലുമാണ് കയറാൻ ഇവിടെയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മുകളിലോട്ട് കയറിപ്പോകുന്ന നമ്മൾ ഫ്ലൈറ്റ് കയറിപ്പോകുന്ന കണക്ക് തന്നെ അങ്ങനെ കയറി ചെന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ താഴെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യും. വണ്ടി അതിൻ്റെ അകത്തോട്ട് കയറ്റും. വണ്ടി 9 റിയാലെന്ന് പറയുമ്പോൾ നമ്മുടെ 2000-2500 രൂപയായി വണ്ടിക്ക്. അപ്പം അങ്ങനെ മസീറയിൽ പോയതാണ് കേട്ടോ. ഇപ്പോൾ വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. താഴെ ഇതാണ്, 2 സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. താഴെ ഇങ്ങനെ വണ്ടി കയറി ഇടുന്ന ഇതാണ് ഫെറി, നമ്മുടെ അവിടെ പറയത്തില്ലേ ഫെറി എന്നങ്ങനെ. അത് വലിയൊരു ഇതാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആണുങ്ങളും ഒക്കെ വന്നു. അപ്പം ഞങ്ങൾ മുകളിലോട്ട് കയറിയതാണ്. അപ്പോൾ മുകളിലിരുന്നുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്താണ് നേരത്തെ കണ്ടത്. നമ്മൾ ഉള്ളിൽ കയറി സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഈ ബോഡി പാസ്സൊക്കെ കിട്ടും. ഫ്ലൈറ്റിൽ കയറുന്ന കണക്ക് തന്നെ ബോഡി പാസ് ഒക്കെ തന്നിട്ടാണ് നമ്മളെ ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. അപ്പം അങ്ങനെ മസീറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണിത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ 2 മണിക്കൂർ ദൂരമുണ്ട്. അവിടെ ഹോസ്പിറ്റലും സ്കൂളും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ വന്നിട്ട് ഇതിനകത്ത് 1 മണിക്കൂർ ദൂരമുണ്ട് മസീറയ്ക്ക് ഈ ഫെറിയിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുന്ന് നമുക്ക് സ്നാക്സ് എന്തെങ്കിലും എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ പുറത്തുനിന്ന് തന്നെ മേടിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെയും. അങ്ങനെ അതിലിരുന്നുകൊണ്ടുള്ള പുറത്തുള്ള കാഴ്ചകളാണിത് കേട്ടോ. നമ്മുടെ വലിയ കപ്പലിൻ്റെ അത്രയും തോന്നും നമുക്ക്. ഇത്രയും വണ്ടികളൊക്കെ കയറി താഴെ തന്നെ ഒരുപാട് വണ്ടി, ഞങ്ങൾ 3 ഫാമിലിയുടെ വണ്ടി, പിന്നെ അല്ലാതെ കുറേ ഒമാനികളുടെ അങ്ങനെ എനിക്കൊന്ന് 10-15 വണ്ടി അതിൻ്റെ അകത്ത് കയറി. വലിയ വണ്ടികളെല്ലാം താഴെ കയറും. എന്നിട്ട് കുറേ ആൾക്കാർക്ക് ഒരു 10-200 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ മസീറ ആ സ്ഥലത്ത് വന്നിട്ട് അവിടുത്തെ ബീച്ചിലാണിത്. ജസ്റ്റ് ബീച്ചിലൊന്ന് പോയി
അവിടെ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. ഒരു ദൂര സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ച് അന്ന് തന്നെ പോകേണ്ടുന്നതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങ് ഹോസ്പിറ്റലും സ്കൂളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവിടെ താമസം. ഏഞ്ചലൊക്കെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ്, ബീച്ചിലിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഫെറിയിൽ 9 റിയാൽ കൊടുക്കണം വണ്ടിക്ക്, ആളിന് 3 റിയാലും. അങ്ങനെയാണ് അങ്ങോട്ട് പോയിട്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് 10 മണിയുടെ ഒരു ഇതിനാണ്. തിരിച്ച് വന്നത് 3 മണിയായിരുന്നു സമയം. ഞങ്ങൾ അത് പോയി ബുക്ക് ചെയ്യണം നമുക്ക്, എന്നാലേ നമുക്കതിൽ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മസീറ ബീച്ചിലൊക്കെ പോയി. നല്ലൊരു ഇതായിരുന്നു അവിടെ മസീറയിൽ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ച് പിന്നെ ഞങ്ങൾ പുറത്ത് നിന്ന് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച്. എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം വീഡിയോയ്ക്കൊക്കെ ഒരുപാട് ലെന്ത് ഇപ്പം തന്നെ കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് മസീറയിൽ നിന്ന് വരുന്ന വഴി ഇങ്ങനെ ഒരു ഉപ്പുപാടം കണ്ട്. അത് നമ്മൾ ആദ്യമായിട്ട് കാണും ഇങ്ങനെ ഉപ്പുപാടം. അതൊരു കടലോളം ഇങ്ങനെ വെള്ളം പറ്റി ഇങ്ങനെ കിടക്കുന്ന ഉപ്പിങ്ങനെ ഏഞ്ചലൊക്കെ കോരിയെടുക്കുന്ന പപ്പായ ഏഞ്ചലും ഒക്കെ കണ്ടോ. വണ്ടി നിർത്തി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും ഉപ്പാണ് ഈ പറ്റി കിടക്കുന്നത് ഇത്രയും. അപ്പോൾ ഒമാനികളൊക്കെ അവിടെ നിന്ന് അവരുടെ ആൾക്കാർ ജോലിക്കാരെ കൊണ്ട് ഇങ്ങനെ ചാക്കിനകത്ത് വാരി വണ്ടിയിൽ ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് ബിസിനസ് നടത്തുന്നവർക്കും അങ്ങനെ ഒരുപാട് ഉപ്പ. ഞങ്ങളും കുറച്ച് വാരി കൊണ്ടുവന്ന് മീനൊക്കെ വൃത്തിയാക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഇത്രയും ഉപ്പാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ.